പുതുവർഷത്തിൽ നന്മയും സന്തോഷവും നിറഞ്ഞ വാർത്തകൾ കേൾക്കണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഈ പുതുവത്സര ദിനത്തിലും ഹൃദയം നുറുങ്ങുന്ന വേദനാജനകമായ കാര്യങ്ങളാണ് പുറത്തു വന്നത്. ആലപ്പുഴയിൽ 1.5 വയസ്സുകാരനെ ക്രൂരമായി ആക്രമിച്ച സ്വന്തം അമ്മയും കാമുകനും, കൊച്ചിയിൽ 5ാം ക്ലാസ്സുകാരന്റെ കാല് തല്ലിയൊടിച്ച അയൽവാസി. 2024 കടക്കുമ്പോഴും പോലീസിനും മാറ്റമില്ല. കൊച്ചി മരടിൽ 16-കാരനെയും കായംകുളത്ത് 4ാം ക്ലാസ്സുകാരനെയും കാക്കിയിട്ടവർ കൈകാര്യം ചെയ്തു. ആ വാർത്തകളിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം പോകുന്നത്. സ്വാഗതം. മക്കളെ ജീവന തുല്യം സ്നേഹിക്കുന്ന അമ്മമാർ ക്ഷമിക്കണം. ഒരു വെറുക്കപ്പെട്ട അമ്മയെക്കുറിച്ചുള്ള വാർത്ത ആദ്യം പറയേണ്ടി വരുന്നത് പലരെയും അസ്വസ്ഥതപ്പെടുത്താം. ആലപ്പുഴ അർത്തുങ്കലിൽ 1.5 വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ചത് അമ്മയും ആൺസുഹൃത്തും ചേർന്നാണ്. കുട്ടിയുടെ ശരീരത്തിൽ നിരവധി അടിയേറ്റ പാടുകളുണ്ട്. സംഭവത്തിൽ പ്രതികളായ അർത്തുങ്കൽ സ്വദേശിനി ദീപയെയും സുഹൃത്ത് കൃഷ്ണകുമാറിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവർക്കെതിരെ ബാലനീതി നിയമമടക്കം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തു. ഒന്നര വയസ്സുകാരനായ കൃഷ്ണജിത്തിന് അമ്മ ദീപയിൽ നിന്നും ആൺ സുഹൃത്ത് കൃഷ്ണകുമാറിൽ നിന്നുമാണ് ക്രൂരമർദ്ദനം ഏറ്റത്. കുട്ടിയുടെ ശരീരത്തിൽ ചൂരലുകൊണ്ട് അടിയേറ്റ നിരവധി പഴക്കം ചെന്ന പാടുകളുണ്ട്. കൈയുടെ എല്ലിന് പൊട്ടലേറ്റ അവസ്ഥയിൽ അവശനായ കുഞ്ഞിനെ കൃഷ്ണകുമാറും ദീപയും ചേർന്ന് കുട്ടിജുവിന്റെ സഹോദരന്റെ കുത്തിയതോടുള്ള വീട്ടിൽ എത്തിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ക്രൂരമർദ്ദനത്തിന്റെ വിവരം പുറത്തുവന്നത്. കുട്ടി ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. രാവിലെ 11:30 അർത്തുങ്കൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ദീപയെയും കൃഷ്ണകുമാറിനെയും അർത്തുങ്കൽ പോലീസ് പിടികൂടിയത്. ഇരുവരും അർത്തുങ്കലിലുണ്ടെന്ന് കുത്തിയതോട് പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. പ്രതികളെ കസ്റ്റഡിയിലെടുത്ത അർത്തുങ്കൽ പോലീസ് പിന്നീട് കുത്തിയതോട് പോലീസിന് കൈമാറി. IPC 324, 326, ജുവനൈൽ ജസ്റ്റിസ് 75 ആക്ട് പ്രകാരമാണ് പോലീസ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. ഡോക്ടർമാരുടെ പരിശോധനയിൽ കുട്ടിക്ക് ജീവഹാനി ഉണ്ടാക്കുന്ന രീതിയിൽ മറ്റെന്തെങ്കിലും കണ്ടെത്തിയാൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. ന്യൂസ് 18 ആലപ്പുഴ. യാതൊരു മനസാക്ഷിയുമില്ലാത്ത നാട്ടിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. കൊച്ചുകുട്ടികളോട് പോലും ക്രൂരത കാണിക്കുന്ന മനുഷ്യർ. കളിക്കുന്നതിനിടെ പന്ത് അയൽവീട്ടിലേക്ക് തെറിച്ചു വീണതിന് 5ാം ക്ലാസ്സുകാരന് നേരിടേണ്ടി വന്നത് ക്രൂര പീഡനമാണ്. തൃപ്പൂണിത്തുറയിലാണ് അയൽവാസി കുട്ടിയെ പൈപ്പ് കൊണ്ട് മർദ്ദിച്ചത്. ആക്രമണത്തിൽ പൂണിത്തുറ സ്വദേശിയായ നവീനിന്റെ ഇടതുകാലിന്റെ എല്ല് പൊട്ടി. പോലീസിൽ പരാതിപ്പെട്ടെങ്കിലും കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമം നടക്കുന്നതായി കുടുംബം ആരോപിക്കുന്നു. ഇന്നലെ വൈകുന്നേരം 5:30 സംഭവം ഉണ്ടായത്. പൂണിത്തുറ സ്വദേശിയായ 10 വയസ്സുകാരൻ നവീൻ സുഹൃത്തുക്കൾക്കുമൊപ്പം വീടിന് സമീപത്തെ പറമ്പിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഫുട്ബോൾ അടുത്തുള്ള സമീപവാസിയായ ബാലന്റെ വീട്ടിലേക്ക് വീഴുന്നത്. നവീൻ മതില് ചാടി ബാലന്റെ വീട്ടിൽ നിന്നും ഫുട്ബോൾ എടുക്കാൻ തുടങ്ങുന്ന സമയത്താണ് പൈപ്പുമായി വന്ന് ബാലൻ നവീനെ കാലില് മാരകമായി മർദ്ദിക്കുകയും മുതുകിലും മർദ്ദനമേൽക്കുകയും ചെയ്തു. ഈ സമയം കുട്ടി അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് വീട്ടിലേക്ക് പോയി വീട്ടുകാരോട് സംഭവം അറിയിച്ചു. ഉടൻ തന്നെ ഇവർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രിയിലേക്ക് ചെന്നപ്പോഴാണ് പ്രാഥമികമായിട്ടുള്ള പരിശോധനയിൽ തന്നെ കുട്ടിയുടെ കാലിന് സാരമായ പരിക്കുണ്ടെന്ന് മനസ്സിലായി. തുടർന്ന് നടത്തിയ എക്സ്റേയിലാണ് ഇടത് കാലിലെ എല്ലിൽ 2 ഇടത്തായി പൊട്ടലുണ്ടെന്ന് അറിയുകയും ചെയ്തു. എന്തായാലും നവീനെ ഒരു വലിയ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയിരിക്കുകയാണ്. എപ്പോഴും കളിക്കണ പോലെ ഞാൻ ഇന്നലെ വൈകുന്നേരം എൻ്റെ കൂട്ടുകാരന്മാരായിട്ട് ഫുട്ബോൾ കളിക്കായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ അടിച്ച് പന്ത് അപ്പുറത്തോട്ട് പോയപ്പോൾ ഞാൻ മതിലെ അടി പന്തെടുത്ത് എന്നിട്ട് ഇപ്പുറത്തോട്ടിട്ട് അപ്പോഴത്തേക്കും അവിടെ ഒരു കുറ്റി പോലൊരു സാധനം ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ചവിട്ടി നിൽക്കുകയായിരുന്നു. എന്നിട്ട് ഇപ്പുറത്തോട്ട് ഞാൻ മതിലിൻ്റെ പക്കത്തെ ഒരു കാറിൽ ഇരിക്കുകയായിരുന്നു.
ചാടാൻ നേരത്ത് ആ ഒരു വലിയ വടി വെച്ച് ആ വില്ലാ ചേട്ടൻ എൻ്റെ കാലിയിട്ടടിച്ച്. അപ്പോഴത്തേക്കും ഞാൻ നെഞ്ചു അടിച്ച് നിലത്തോട്ട് വീണ്. പുള്ളി എന്നെ വിളിച്ചെടുത്തിട്ട് പറഞ്ഞു, നവീൻ ഇങ്ങനെ ബോൾ കടിച്ചിരുന്നുണ്ട്, ഇനി ഇങ്ങനെ വന്നു ഞാൻ കാല് തല്ലു കൊടുക്കുന്നു പുള്ളി പറഞ്ഞു. ഈ പറഞ്ഞ ബാലൻ എന്ന് പറഞ്ഞ പുള്ളി വ്യക്തി. അപ്പോൾ ഞാൻ ഇന്നലെ ഓട്ടം പോയി കഴിഞ്ഞു. വൈകുന്നേരം വൈഫ് വിളിച്ചപ്പോഴാണ് പറഞ്ഞത് കൊച്ചിന് വയ്യ, കരയണയാണ്. ചെന്ന് നോക്കിയപ്പോൾ കൊച്ചിൻ്റെ കാല് അത് തല്ലി പിടിച്ചിട്ട് ദിവാങ്കോട്ടേക്ക് എടുക്കുമായിരുന്നു. നടക്കാൻ പറ്റില്ല. ഞാൻ കയ്യിലെടുത്തുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ പോയത്. തൃപ്പൂണിത്തുറ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി, സർക്കാർ ഹോസ്പിറ്റലിൽ പോയി. ഇന്നലെ 5:30യോടെയാണ് സംഭവം ഉണ്ടായതെങ്കിലും അതിനുശേഷം ഉടൻ തന്നെ 7 മണിയോടുകൂടി തന്നെ ബന്ധുക്കൾ പരാതിയുമായി മരട് പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു. പക്ഷേ പോലീസ് ഇതിൽ പ്രാഥമികമായ ഒരു അന്വേഷണം പോലും നടത്തിയില്ല എന്നുള്ളൊരു പരാതി ബന്ധുക്കൾ ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കേസ് ഒത്തുതീർപ്പാക്കാനും ശ്രമമുണ്ടായി എന്നുകൂടി ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. ഈ ആരോപണ വിധേയനായ ബാലൻ മുൻപ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. ഇതിന്റെ ഒരു പ്രിവിലേജ് അയാൾക്കുണ്ട്. അതുകൊണ്ടാണ് പോലീസ് അയാൾക്കൊപ്പം നിൽക്കുന്നത് എന്നൊരു ആരോപണം ബന്ധുക്കൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ബാലാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ഇന്നലെ ബന്ധുക്കൾ പരാതി നൽകിയിരുന്നു. ഇന്ന് എന്തായാലും 10 മണിയോടുകൂടിയാണ് മരട് പോലീസ് ഈ കുട്ടിയുടെ ആശുപത്രിയിലെത്തി കുട്ടിയുടെ മൊഴിയെടുത്തത്. ഒപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ബാലാവകാശ കമ്മീഷന് ഇന്നലെ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബാലാവകാശ കമ്മീഷനും ഇടപെട്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം പോലീസ് എന്തുകൊണ്ടാണ് ഇന്നലെ വൈകുന്നേരം നടന്ന സംഭവമായിട്ടും ഇന്നുവരെ കുട്ടിയുടെ മൊഴിയെടുക്കാൻ തയ്യാറാകാഞ്ഞതോ അല്ലെങ്കിൽ ഈ ആരോപണ വിധേയനെ വിളിച്ചു വരുത്താത്തതോ എന്തുകൊണ്ടാണെന്നുള്ളൊരു അന്വേഷണം എന്നൊരു റിപ്പോർട്ട് കൂടി ബാലാവകാശ കമ്മീഷൻ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വന്തം വീട്ടിൽ നിന്നും അയൽ വീട്ടിൽ നിന്നും മാത്രമല്ല കൊച്ചുകുട്ടികളുടെ കരച്ചിൽ കേട്ടത്. കായംകുളത്ത് 4ാം ക്ലാസ് വിദ്യാർത്ഥിയെ പോലീസ് മർദ്ദിച്ചതായി പരാതി. പുതുവത്സരാഘോഷത്തിനിടെ ഉണ്ടായ സംഘർഷം ഒഴിവാക്കാനുള്ള ഇടപെടലിനിടെയാണ് കായംകുളം ഏരുവ സ്വദേശികളായ അജയ് എൻ അശ്വതി ദമ്പതികളുടെ മകൻ അക്ഷയ്ക്ക് പോലീസിന്റെ ലാത്തിയടിയേറ്റത്. പുറത്തടിയേറ്റ കുട്ടിയെ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ വിദ്യാർത്ഥിയെ അടിച്ചിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി വീടിന് സമീപം പടക്കം പൊട്ടിക്കുന്നത് കാണാൻ പിതാവുമൊത്തെത്തിയതായിരുന്നു അക്ഷയ്. എരുവ കോയിക്കപ്പടി ജംഗ്ഷനിൽ ആഘോഷം നടക്കുന്നതിനിടയിലെത്തിയ പോലീസുകാരുമായി ചിലർ തർക്കമുണ്ടാക്കിയതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. പടക്കം പൊട്ടിക്കുന്നത് തടയാനുള്ള നീക്കമാണ് തർക്കങ്ങൾക്കിടയാക്കിയത്. സംഘർഷാവസ്ഥയുണ്ടായതോടെ പോലീസ് ലാത്തി വീശി ആളുകളെ ഓടിച്ചു. ഇതിനിടയിലാണ് അജയനും മകൻ അക്ഷയ്ക്കും അടിയേറ്റത്. ഞാനും അച്ഛനും കൂടെ പടക്കം പൊട്ടിക്കുന്ന കാണാൻ പോയപ്പം പടക്കം പൊട്ടിക്കുന്നിടത്ത് പോലീസും അണ്ണന്മാരുമായിട്ട് വഴക്കുണ്ടായി. അതായത് ഞങ്ങൾ അവിടെ പോയപ്പം എന്നെ അച്ഛനെ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും പുറകിൽ നിന്നൊരു വെള്ള ടീഷർട്ടും ഒരു കാക്കി കണക്കത്തെ പാൻറ്റും ഷൂസും ഇട്ട ഒരു കറുത്ത മുഖമുള്ള അയാൾ വന്ന് എൻ്റെ അച്ഛനെ അടിച്ചും എന്നെ അടിച്ച്. പുറത്തടിയേറ്റ കുട്ടിയെ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മകനെ അടിച്ചതിനെതിരെ ചൈൽഡ് ലൈനിലും ഉന്നത പോലീസ് അധികാരികൾക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകുമെന്ന് മാതാപിതാക്കൾ പറഞ്ഞു. ഒരു 3-4 ജീപ്പ് വന്നിട്ട് അടിക്കുക എല്ലാവരെയും. അവർ ചോദിച്ചതുമില്ല, ഒന്നുമില്ല. മൊത്തം ആൾക്കാരെ അടിച്ച കൂട്ടത്തിൽ എൻ്റെ മോനെ അടിയിട്ട് പിന്നെ മെമ്പറുടെ വീട്ടിൽ കയറി മെമ്പറുടെ മോനെ അടിച്ച് അവിടെ ഉള്ളവരെല്ലാം അടിച്ചു. എൻ്റെ മൂത്ത കൊച്ചിൻ്റെ കരച്ചിൽ കേട്ടുകൊണ്ട് പോയപ്പോഴത്തേക്ക് കൊച്ചിൻ്റെ ബാക്ക് സൈഡിൽ ലാത്തി കൊണ്ട് അടിച്ച ഇതാണ് കണ്ടത്. അപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു പോലീസ്. അപ്പോഴത്തേക്ക് അജയൻ്റെ മോനെ എന്തിനാ അടിച്ചതെന്ന് ചോദിച്ചു. കൊച്ചിനെ എന്തിനാ അടിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ അവിടെ നിൽക്കുന്ന എല്ലാ പോലീസുകാരും ലാത്തി കൊണ്ട് എല്ലാവരെയും അടിച്ച് വീട്ടിൽ കയറി വരെ അടിച്ച്. അപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു വലിയവരെ അടിക്കും, കൊച്ചിനെ എന്തിനാ അടിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതേ കൊച്ച് വീട്ടിൽ ഇരിക്കണമായിരുന്നു. സ്വന്തം അച്ഛൻ്റെ കൂടെ പടക്കം പൊട്ടിക്കുന്ന കാണാൻ പോകുന്നത് ഇത്ര വലിയ തെറ്റാണെന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാൽ വിദ്യാർത്ഥിയെ അടിച്ചിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. ഗതാഗത തടസ്സം സൃഷ്ടിച്ചുള്ള ആഘോഷം തടയാൻ ശ്രമിച്ചപ്പോൾ ഒരു സംഘം പോലീസിനെതിരെ തിരിഞ്ഞു. ഇതിനിടെ നാട്ടുകാർ ചേരിതിരിഞ്ഞ് പ്രശ്നമുണ്ടാക്കിയപ്പോഴാണ് ലാത്തി വീശേണ്ടി വന്നതെന്നും പോലീസ് പറയുന്നു. ന്യൂസ്
ന്യൂസ് 18 കായംകുളം. 2024 നന്നാകില്ലെന്ന് ഉറപ്പിച്ചു തന്നെയാണ് കേരള പോലീസ്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളോട് പോലും പോലീസിന്റെ മൂന്നാം മുറ കണ്ടു കൊച്ചി മരട്. മരട് SI സെബാസ്റ്റ്യൻ പി ചാക്കോ 16-കാരനെയും ജ്യേഷ്ഠനെയും മർദ്ദിച്ചതായി പരാതി. കഞ്ചാവുണ്ടോ എന്ന് ചോദിച്ചാണ് സഹോദരങ്ങളെ ക്രൂരമായി തല്ലിച്ചതച്ചത്. മർദ്ദിച്ച് അവശരാക്കിയ ശേഷം കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും അസഭ്യം പറഞ്ഞെന്നും ഇവരുടെ കുടുംബം ആരോപിക്കുന്നു. സംഭവത്തിൽ DGPക്കും കമ്മീഷണർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് മാതാപിതാക്കൾ. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത്. 22ഉം 16ഉം വയസ്സുള്ള സഹോദരങ്ങൾ തന്റെ അമ്മ വീട്ടിൽ നിന്നും ഉദയംപേരൂരുള്ള തങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഇളയ സഹോദരൻ ഫോൺ എടുക്കാൻ മറന്നു എന്ന വിവരം അറിയുന്നത്. ഉടൻ തന്നെ ഇവർ തിരിച്ച് അമ്മ വീട്ടിലേക്ക് പോകാനായി വണ്ടി നിർത്തിയപ്പോഴായിരുന്നു പോലീസ് വാഹനം ആ വഴി വരികയും ഇവരോട് എന്താണ് ഇവിടെ നിൽക്കുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തത്. ഉടൻ തന്നെ ഇവർ കാര്യം പറഞ്ഞു, അമ്മ വീട്ടിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഇത് ചെവിക്കൊള്ളാൻ പോലീസ് തയ്യാറായില്ല. ഇവർ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് മദ്യപിക്കാനുള്ള പരിശോധന നടത്തി. മദ്യപിച്ചിട്ടില്ല എന്നറിഞ്ഞ പാടെ തന്നെ മൂത്ത സഹോദരന്റെ പോക്കറ്റിൽ കൈയിട്ട് കഞ്ചാവ് ഉണ്ടോടാ എന്ന് ചോദിച്ചായിരുന്നു പോലീസ് മൂത്ത സഹോദരന്റെ അടുത്തേക്ക് വന്നത്. ആ സമയം ഇളയ സഹോദരൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിച്ച ശേഷം ആ സമയം ഇത് കേട്ടുകൊണ്ട് ജീപ്പിലുണ്ടായിരുന്ന SI ജീപ്പിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്ന് ഈ ഇളയ സഹോദരന്റെ മുഖത്തേക്ക് ആഞ്ഞടിക്കുകയായിരുന്നു. ഈ അടിയിൽ തറയിൽ വീണ ഈ കുട്ടീനെ മൂത്ത സഹോദരൻ എടുക്കാൻ ചെന്നപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ചേർന്ന്, ഈ പോലീസുകാരും SIയും ചേർന്ന് ഈ കുട്ടികളെ ക്രൂരമായി മർദ്ദിച്ചു. അമ്മ വീട്ടിൽ പോയിട്ട് തന്നെയാണ് ഇപ്പോൾ തിരിച്ച് വീട്ടിൽ പോകുമ്പോഴാണ്. വീട്ടിൽ പോകുമ്പോഴത്തേക്കും ഫോൺ അവിടെ വെച്ച് മറന്നു എന്ന് പറഞ്ഞ്, അങ്ങനെ പറഞ്ഞപ്പോഴേക്കും ചേട്ടനാ ബാക്കിയുള്ള പോലീസുകാർ പിടിച്ചു വെച്ച് എന്താണ്ടൊക്കെ പറയണ കേട്ടോ. അപ്പോൾ ഈ പുള്ളി SI ഇറങ്ങി ചേട്ടൻ്റെ അടുത്തേക്ക് പോയി ചെന്ന് എന്താണ്ടൊക്കെ പറഞ്ഞ് ഞാൻ നോക്കും പിടിച്ചൊരടി കൊടുത്ത്. അപ്പം ഞാൻ ഓടിച്ചെന്ന് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരു ഒപ്പമുള്ളവർ എന്നെയും പിടിച്ച് കയറി. ഞാൻ അവരോട് പറഞ്ഞ് സാറേ വീട്ടിൽ വിളിച്ച് ചോദിക്കും ഞങ്ങൾ എന്ത് ചെയ്തിട്ടാണെന്നുള്ള കാര്യം പറഞ്ഞ്. അപ്പോൾ അവർ പറഞ്ഞ് കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞ് ഫോൺ ചേട്ടൻ്റെ തട്ടിപ്പറിച്ച് മേടിച്ച് എന്നിട്ട് ചേട്ടനെ കൊണ്ട് GP പോയി GP കയറിയെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ അവരുടെ അടുത്ത് നിന്ന് ഓടി SIയുടെ അടുത്ത് ജീപ്പിൻ്റെ അങ്ങോട്ട് വന്നപ്പോഴേക്കും പുള്ളിനെ ചെന്ന് ഒന്നും കൂടി പിടിച്ച് സാറ് എന്താണെന്ന് ചോദിച്ച് പറഞ്ഞ് എന്നെ ഉന്തിയിട്ട് ഒരടി വന്ന്. എൻ്റെ ഹെൽമെറ്റും ഉണ്ടായിരുന്നു. ഹെൽമെറ്റ് കയ്യിൽ നിന്ന് തെറിച്ച് പോയി. അടി കിട്ടി. എന്നിട്ട് എൻ്റെ ഷർട്ടിൽ കയറി പിടിച്ച് വലിച്ച് മര്യാദക്ക് പറഞ്ഞാൽ കേൾക്കൂലെന്ന് പറഞ്ഞ് തെറി പറഞ്ഞിട്ട് GP കയറ്റിയിട്ട് ഒരു 2-3 ഇടിയും തന്ന് ചവിട്ടും കാലിയിട്ട് വെച്ച് തന്ന്. എന്നിട്ട് തെറി പറഞ്ഞ് ജീപ്പ് അടച്ചു. എന്നിട്ട് ജീപ്പ് കയറി കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി തെറി പറഞ്ഞ് ഞാൻ മരട് SI ആടാ നിന്നെ കൊല്ലോടാ എന്ന് പറഞ്ഞു എന്നോട്. കുട്ടികളുടെ അച്ഛനെ ഈ വിവരം അറിയിക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ. ആ സമയത്ത് ഉദയംപേരൂരിലുണ്ടായിരുന്ന കുട്ടികളുടെ അച്ഛൻ മരട് പോലീസ് സ്റ്റേഷനിലെത്തി. കാര്യം അന്വേഷിച്ചപ്പോൾ കുട്ടികൾ പോലീസിനോട് അപമര്യാദയായി പെരുമാറി എന്ന മറുപടിയാണ് SIയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഒപ്പം തന്നെ SI വളരെ മോശമായിട്ടുള്ള ഒരു പെരുമാറ്റമായിരുന്നു തങ്ങളോട് കാണിച്ചത്. ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ് കുട്ടികളുടെ അച്ഛൻ, കോൺഗ്രസ് പ്രവർത്തകനാണ്. ഇതൊക്കെ പറഞ്ഞിട്ടും പോലീസ് ചെവിക്കൊണ്ടില്ല. സംസാരിച്ചപ്പോൾ തന്നെ പുള്ളി നമ്മളോട് പറഞ്ഞത് ഇങ്ങനെയുള്ള പിള്ളേരെ കൊണ്ടു നടക്കണം അതാണെന്നൊക്കെ പറഞ്ഞു. നമ്മുടെ പിള്ളേർക്ക് എന്തൊരു ദോഷം ഉള്ള പോലെയാണ് പറയണത്. അത് SIയുടെ ഭാഗത്ത് വളരെ മോശമായിട്ട് തന്നെ രക്ഷാകർത്താവെന്നുള്ളതാണ് എന്നോട് പുള്ളിയുടെ പ്രതികരണം. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം. DGPക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകും. ഒപ്പം തന്നെ കമ്മീഷണർക്കും പരാതി നൽകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. മരട് പോലീസ് സ്റ്റേഷനിൽ ഇനി തങ്ങൾ പോകില്ല. കാരണം അവിടെ നിന്ന് തങ്ങൾക്ക് നീതി ലഭിക്കില്ല, അല്ലെങ്കിൽ ഇനിയും തങ്ങളുടെ ജീവന് ഭീഷണി ഉണ്ടാകുമെന്നും കുട്ടികൾ ആവർത്തിക്കുന്നുണ്ട്. പല രീതിയിലാണ് ഞരമ്പ് രോഗികളുടെ സ്വഭാവം പുറത്തുവരുന്നത്. കോഴിക്കോട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബാങ്കിൽ വെച്ച് അശ്ലീല വീഡിയോ കാണിച്ചതായി പരാതി. സഹപാഠിക്കൊപ്പം സ്കൂളിലെ ആവശ്യത്തിനായി ബാങ്കിലെത്തിയപ്പോഴാണ് പെൺകുട്ടിക്ക് ദുരനുഭവം ഉണ്ടായത്. കുട്ടിയുടെ പരാതിയിൽ ബാങ്ക് ജീവനക്കാരനെതിരെ കോഴിക്കോട് വളയം പോലീസ് പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തു.
നാദാപുരം പാറക്കടവ് കേരള ബാങ്ക് ശാഖയിലെത്തിയ വിദ്യാർത്ഥിനിയെ അശ്ലീല വീഡിയോ ദൃശ്യങ്ങൾ കാണിച്ചെന്ന പരാതിയിലാണ് ബാങ്ക് ജീവനക്കാരനെതിരെ വളയം പോലീസ് പോക്സോ നിയമപ്രകാരം കേസെടുത്തത്. കേരള ബാങ്കിലെ പാർട്ട് ടൈം സ്വീപ്പറായ നാദാപുരം സ്വദേശിക്കെതിരെയാണ് പരാതി. കഴിഞ്ഞ 19 ഉച്ചയ്ക്ക് 1:30 കേസിനാസ്പദമായ സംഭവം. സ്കൂൾ ആവശ്യത്തിന് സഹപാഠിക്കൊപ്പം ബാങ്കിലെത്തിയപ്പോൾ ജീവനക്കാരൻ മൊബൈലിൽ നഗ്ന ദൃശ്യങ്ങൾ കാണിച്ചെന്നാണ് ആരോപണം. പാസ്ബുക്കിന്റെ ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യാൻ വന്നിരിക്കുന്നു. എന്നിട്ട് അവിടെ കയറി ചെന്നേരം തന്നെ ഇയാളെ നോട്ടോ പെരുമാറ്റമൊന്നും എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. വളരെ മോശമായ രീതിയിലായിരുന്നു. എന്നിട്ട് പിന്നെ ഞാനവിടെ കുത്തിന് ഒരു ഫോം ഫില്ല് ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ അയാൾ എൻ്റെ ഓപ്പോസിറ്റുള്ള കൗണ്ടറിൽ കുത്തിട്ട് ഫോണിലൊരു അശ്ലീല വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന. എന്നിട്ട് ആ ഫോൺ തിരിച്ചു പിടിച്ച് ആ വീഡിയോ എനക്കും കാണിച്ചു തന്നു. അപ്പോൾ പെട്ടെന്ന് ഒന്നങ്ങ് സ്റ്റക്കായിപ്പോയി, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ട് പിന്നെ മാനേജറെ പോയി കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ്, അപ്പോൾ ഒരാടെ തന്നെ ഒരു പരാതി എഴുതി കൊടുക്കാൻ പറഞ്ഞ് എന്നിട്ട് പരാതിയെല്ലാം എഴുതി കൊടുത്ത്. പ്രതിസ്ഥാനത്തുള്ളയാളെ സംരക്ഷിക്കാനുള്ള ശ്രമമുണ്ടെന്നും ബന്ധുക്കൾ ആരോപിച്ചു. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തതിനെതിരെ റൂറൽ SP-ക്കും പരാതി നൽകിയിട്ടുണ്ട്. SP-യെ പോയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. SP എത്രയും പെട്ടെന്ന് പ്രതിയെ പിടിക്കാം എന്നാണ് അറിയിച്ചത്. അവരതിന്റെ പിന്നിലുണ്ട് എന്നാണ് ഞങ്ങൾ അറിയിച്ചിട്ടുള്ളത്. അതേസമയം ഒളിവിൽ പോയ പ്രതി കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. ന്യൂസ് 18 വടകര. നമ്മുടെ നാട്ടിലെ ചില വീടുകളിൽ മക്കളെ തനിച്ചാക്കിയിട്ടായിരിക്കും മാതാപിതാക്കൾ ജോലിക്ക് പോകുന്നത്. മൂന്നാർ ചിറ്റിവാര എസ്റ്റേറ്റിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഇതര സംസ്ഥാന തൊഴിലാളി പീഡിപ്പിച്ചത് വീട്ടിൽ ആളില്ലാത്ത സമയത്താണ്. 12-കാരിയെ ആളില്ലാത്ത സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി പീഡനത്തിന് ഇരയാക്കിയെന്നാണ് പരാതി. സംഭവത്തിൽ മൂന്നാർ പോലീസ് പോക്സോ വകുപ്പ് ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതിക്കായി അന്വേഷണം ആരംഭിച്ചു. മൂന്നാർ ചിറ്റിവാര എസ്റ്റേറ്റിൽ 12-കാരിയെ ഇതര സംസ്ഥാന തൊഴിലാളി പീഡിപ്പിച്ചെന്നാണ് പരാതി. 3 ദിവസങ്ങൾക്ക് മുൻപാണ് സംഭവം. പെൺകുട്ടി വീട്ടിൽ തനിച്ചായിരുന്ന സമയം ജാർഖണ്ഡ് സ്വദേശിയായ പ്രതി കുട്ടിയെ ആളൊഴിഞ്ഞയിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ചെന്നാണ് പോലീസിന് ലഭിച്ച പരാതിയിൽ പറയുന്നത്. പെൺകുട്ടിക്ക് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് രക്ഷിതാക്കൾ വിവരം ചോദിച്ചു മനസ്സിലാക്കുകയായിരുന്നു. തുടർന്നാണ് മൂന്നാർ പോലീസിൽ പരാതി നൽകിയത്. പോക്സോ വകുപ്പ് ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തതായും പ്രതിക്കായി അന്വേഷണം ആരംഭിച്ചതായും പോലീസ് അറിയിച്ചു. മൂന്നാർ CIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. സംഭവശേഷം പ്രതി ഒളിവിൽ പോയതായാണ് സൂചന. ന്യൂസ് 18 മൂന്നാർ. തിരുവനന്തപുരം തിരുവല്ലത്തെ ഷഹാന എന്ന യുവതി ആത്മഹത്യ ചെയ്ത് ഒരാഴ്ച പൂർത്തിയാകുമ്പോഴും പ്രതികൾ ഇരുട്ടിന്റെ മറവിലാണ്. ഭർത്താവിനും കുടുംബത്തിനുമെതിരെ ഗുരുതര ആരോപണമുയർന്നിട്ടും പ്രതികളെ പിടികൂടാൻ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അതിനിടെ പ്രതികളെ സഹായിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഇടപെടലുണ്ടായെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. വാഹനം അന്വേഷണ സംഘം പിന്തുടർന്ന വിവരം ബന്ധുവായ കടക്കൽ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ കൈമാറിയെന്ന് കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. ഇയാൾക്കെതിരെ നടപടി വേണമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനായ CI സമർപ്പിച്ച റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നുണ്ട്. തിരുവല്ലം വണ്ടിത്തടത്തെ ഷഹാനയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് നേരത്തെ കുടുംബം ആരോപിച്ചിരുന്നു. ഇപ്പോൾ പോലീസ് അന്വേഷണം ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. ഡിസംബർ 26-നാണ് ഷഹാന സ്വന്തം വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇപ്പോൾ ദിവസങ്ങൾ പിന്നിടുമ്പോൾ പ്രതികളെ പിടികൂടാനാകാത്തതിൽ വലിയ തോതിൽ പ്രതിഷേധം കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും സമൂഹത്തിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ പ്രതികളെ ട്രാക്ക് ചെയ്ത് അവർ സംസ്ഥാനത്തിന് പുറത്തേക്ക് നീങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ സംസ്ഥാനത്തിന് പുറത്തേക്ക് പോയിട്ടുണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുമ്പോൾ അവിടേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് പോലീസ്. എന്തായാലും മറ്റൊന്ന്, ഈ പ്രതികളെ രക്ഷപ്പെടാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ സഹായിച്ചു എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അത് കടക്കൽ പോലീസ് സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥൻ, അത് ഈ പ്രതികളുടെ ബന്ധു കൂടിയാണ്. ഈ
പോലീസ് ഈ പ്രതികളെ പിന്തുടരുന്നു, വാഹനം പിന്തുടരുന്നു എന്നുള്ള വിവരം ചോർത്തി നൽകിയത് ഈ കടയ്ക്കൽ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനാണ് എന്നുള്ള വിവരം പുറത്തുവരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഈ കടയ്ക്കൽ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ, അതായത് തിരുവല്ലം CI കമ്മീഷണർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ, ഈ പ്രതികളെ സഹായിച്ചു എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി വേണമെന്നുള്ള ആവശ്യം ശക്തമായി തന്നെ ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. എന്തായാലും ഈ പ്രതികളെ കൃത്യമായി പോലീസ് ട്രാക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്ന. അന്വേഷണം ഊർജിതമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇവർ സഞ്ചരിച്ചിരുന്നു എന്ന് പറയുന്ന വാഹനം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവരുടെ ഫോണുകൾ കസ്റ്റഡിയിലെടുത്ത ഫോറൻസിക് പരിശോധന അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. എന്തായാലും ഷഹാനയുടെ മരണവുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ പ്രതികളെ പിടികൂടാനാകുമെന്നുള്ള പ്രതീക്ഷയാണ് പോലീസ് പങ്കുവയ്ക്കുന്നത്. പുതുവർഷത്തിൽ ഗാർഹിക പീഡനങ്ങൾക്കും കുറവില്ല. തിരുവനന്തപുരം നെടുമങ്ങാട് ഭാര്യയുടെ മുഖത്ത് ആസിഡൊഴിച്ച ശേഷം കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമം. കേസിൽ ഭർത്താവ് രാധാകൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഭാര്യയോടുള്ള സംശയം കാരണമാണ് പ്രതി ആക്രമണം നടത്തിയതെന്നാണ് സൂചന. വാർത്തയുടെ വിശദാംശങ്ങളുമായി അരുൺ മോഹൻ ചേരുന്നുണ്ട്. അരുൺ, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ഇതേ രീതിയിൽ, അതായത് ഇത്രയും ക്രൂരമായ രീതിയിൽ ഇയാൾ ഭാര്യയെ ആക്രമിക്കാനുള്ള കാരണം എന്താണ്? നെടുമങ്ങാട് പാലോടാണ് സംഭവം. ഭാര്യയുടെ മുഖത്ത് ആസിഡ് ഒഴിച്ച ശേഷം കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് പാലോട് പോലീസ് അറസ്റ്റിലായത്. തെന്നൂർ സൂര്യകാന്തി 4 സെന്റ് കോളനിയിൽ രാധാകൃഷ്ണൻ എന്ന 49കാരനെയാണ് ഈ പാലോട് പോലീസ് പിടികൂടിയത്. ഏറെക്കാലമായി സംശയരോഗത്തെ തുടർന്ന് ഭാര്യയും ഭർത്താവുമായി പിണങ്ങിക്കഴിയുകയായിരുന്നു. എന്നാൽ ഒപ്പം ആക്സിഡന്റ് ക്ലെയിം ഒപ്പിട്ട് നൽകണമെന്ന ആവശ്യവുമായി ഉന്നയിച്ച് നിരന്തരം ഈ പറഞ്ഞ രാധാകൃഷ്ണൻ ഭാര്യയെ സമീപിക്കുകയായിരുന്നു. ഇതിലുള്ള വൈരം കൂടിയാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ആക്രമണത്തിൽ ഈ രാധാകൃഷ്ണന്റെ കൈക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇയാൾക്ക് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ലെന്ന് പറയുമ്പോഴും പുതുവർഷത്തിനും കൂട്ടമരണത്തിന്റെ വാർത്ത കേട്ടു. തിരുവനന്തപുരം നെടുമങ്ങാടാണ് വൃദ്ധ ദമ്പതികളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുളമുക്ക് സ്വദേശി കൃഷ്ണൻ ആചാരി, ഭാര്യ വസന്തകുമാരി എന്നിവരാണ് മരിച്ചത്. മകൻ സജി ഭാര്യ വീട്ടിലേക്ക് പോയ സമയത്താണ് ഇവർ ആത്മഹത്യ ചെയ്തെന്നാണ് പ്രാഥമിക നിഗമനം. കൃഷ്ണനെ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തതിനെ തുടർന്ന് സജി അയൽവാസികളെ വിവരം അറിയിച്ച് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. കല്ലറ മുതുവിള സ്വദേശി 63കാരനായ കൃഷ്ണൻ ആചാരി, ഭാര്യ 58കാരിയായ വസന്തകുമാരി എന്നിവരെയാണ് രാവിലെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടത്. ഇരുവരും ഇവിടെ മകൻ സജിക്കൊപ്പമായിരുന്നു താമസം. പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി മകൻ കഴിഞ്ഞ ദിവസം ഭാര്യയുടെ വീട്ടിൽ പോയിരുന്നു. ഈ സമയത്താണ് ഇരുവരും ജീവനൊടുക്കിയതെന്നാണ് നിഗമനം. രാവിലെ മകൻ വിളിച്ചപ്പോൾ കൃഷ്ണനാചാരി ഫോൺ എടുക്കാത്തതിനാൽ അയൽവാസികളെ കൊണ്ട് അന്വേഷിപ്പിക്കുകയായിരുന്നു. രാവിലെ 8:30 നടത്തിയ പരിശോധനയിലാണ് കൃഷ്ണൻ ആചാരിയെ ശൗചാലയത്തിലും വസന്തകുമാരിയെ കുളിമുറിയിലും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ഇരുവർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായാണ് വിവരം. പാങ്ങോട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 നെടുമങ്ങാട്. പത്തനംതിട്ടയിലെ മൈലപ്ര എന്ന ഗ്രാമം ഒരു കൊലപാതകത്തിന്റെ ഞെട്ടലിലാണ് ഇപ്പോഴും. മൈലപ്രയിൽ വ്യാപാരിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി 2 ദിവസം കഴിഞ്ഞിട്ടും പ്രതികളെക്കുറിച്ച് യാതൊരു സൂചനയുമില്ല. ശനിയാഴ്ച രാത്രി 7 മണിക്കാണ് മൈലപ്ര സ്വദേശി ജോർജിനെ കടയ്ക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൈകാലുകൾ ബന്ധിച്ച് കൊലപ്പെടുത്തിയ നിലയിലായിരുന്നു മൃതദേഹം. കഴുത്തിലെ 9 പവന്റെ സ്വർണ്ണമാലയും പണവും ലക്ഷ്യമിട്ടാണ് കൊല നടത്തിയതെന്നാണ് നിഗമനം. പത്തനംതിട്ട മൈലപ്ര സ്വദേശി ജോർജിനെ കടയ്ക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. 2 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. പ്രതികളെ സംബന്ധിച്ചുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്.
കൊലപാതകത്തിന് ശേഷം ജോർജിന്റെ 9 പവന്റെ സ്വർണ്ണമാലയും പണവും അപഹരിച്ചാണ് പ്രതികൾ കടന്നത്. വായിൽ തുണി തിരുകി കൈകാലുകൾ ബന്ധിച്ച് കഴുത്തു ഞെരിച്ചായിരുന്നു കൊലപാതകം. കടയിലെ CCTVയുടെ DVR ഉൾപ്പെടെ പ്രതികൾ കൊണ്ടുപോയ സാഹചര്യത്തിൽ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. സമീപ സ്ഥലങ്ങളിലെ CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. കടയും പ്രദേശവുമായി അടുത്ത ബന്ധമുള്ളവരാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം. സംഭവവുമായി ബന്ധപ്പെട്ട് ചിലരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും വിട്ടയച്ചു. പത്തനംതിട്ട നഗരത്തിന് സമീപം നടന്ന കൊലപാതകം ആസൂത്രിതമാണെന്നാണ് പോലീസിന്റെ സംശയം. ജോർജ് വലിയ സ്വർണ്ണമാല ധരിക്കുന്നതും പോക്കറ്റിൽ എപ്പോഴും കൂടുതൽ പണം സൂക്ഷിക്കുന്നതും അറിയാവുന്നവരാകും കൊലയ്ക്ക് പിന്നിലെന്നും പോലീസ് കരുതുന്നു. സമാനമായ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ളവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. പ്രതികൾ ഉടൻ പിടിയിലാകുമെന്നാണ് പോലീസിന്റെ വിശദീകരണം. ന്യൂസ് 18 പത്തനംതിട്ട. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. തിരുവനന്തപുരം നടുവാമൂട് ഡിവൈഎഫ്ഐ നേതാവിന് വെട്ടേറ്റു. നടുവാമൂട് യൂണിറ്റ് സെക്രട്ടറി അജീഷിനാണ് വെട്ടേറ്റത്. RSS പ്രവർത്തകരാണ് വെട്ടിപ്പരിക്കേൽപ്പിച്ചതെന്ന് ഡിവൈഎഫ്ഐ ആരോപിച്ചു. പെൺ സുഹൃത്തിനൊപ്പം മൂന്നാറിൽ സന്ദർശനത്തിനെത്തിയ യുവാവിനെ ലോഡ്ജ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വൈക്കം കുലശേഖരമംഗലം സ്വദേശി S സനീഷാണ് മരിച്ചത്. മലപ്പുറം തിരൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് വൻ കഞ്ചാവ് ശേഖരം പിടികൂടി. എക്സൈസ് സംഘവും RPFും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് 8 കിലോയോളം കഞ്ചാവ് കണ്ടെത്തിയത്. ജിദ്ദയിൽ നിന്ന് കരിപ്പൂർ വിമാനത്താവളം വഴി കടത്തിക്കൊണ്ടുവന്ന 1 കിലോ സ്വർണം വിമാനത്താവളത്തിന് പുറത്ത് പോലീസ് പിടികൂടി. ജ്യൂസർ മെഷീന്റെ മോട്ടോറിനകത്ത് രഹസ്യ അറയുണ്ടാക്കിയായിരുന്നു സ്വർണ്ണക്കടത്ത്. കരുവാരക്കുണ്ട് സ്വദേശി ഫിറോസ്, ഇയാളെ കൂട്ടിക്കൊണ്ടുപോകാനെത്തിയ കരുവാങ്കല് സ്വദേശി ഷംസുദ്ദീൻ, വാണിയമ്പലം സ്വദേശി നൌഫൽ ബാബു എന്നിവരാണ് പിടിയിലായത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡനക്കേസിൽ നഴ്സിംഗ് ഓഫീസർക്കും സൂപ്രണ്ടിനുമെതിരെ അച്ചടക്ക നടപടി. നഴ്സിംഗ് ഓഫീസർ സുമതിയെ തിരുവനന്തപുരത്തേക്കും നഴ്സിംഗ് സൂപ്രണ്ട് ബെറ്റിയെ കോന്നിയിലേക്കും സ്ഥലം മാറ്റി. കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് കടത്തുകയായിരുന്ന 12 കുപ്പി മദ്യവുമായി യുവാവ് പിടിയിൽ. കോഴിക്കോട് സ്വദേശി VK അഭിഷേകാണ് വയനാട് മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ പിടിയിലായത്. മുത്തങ്ങ പോലീസ് ചെക്ക് പോസ്റ്റിൽ 177 ഗ്രാം കഞ്ചാവും LSD സ്റ്റാമ്പുമായി 4 തമിഴ്നാട് സ്വദേശികൾ പിടിയിൽ. തിരുവള്ളൂർ സ്വദേശികളായ E മണികണ്ഠൻ, M സൂര്യ, A മണി, മണിവണ്ണൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഫോട്ടോഷൂട്ടിന് പോകാൻ മാതാപിതാക്കൾ അനുവദിക്കാത്തതിനെ തുടർന്ന് ബംഗളൂരുവിൽ വിദ്യാർത്ഥിനി തൂങ്ങി മരിച്ചു. സ്വകാര്യ കോളേജിലെ BBA വിദ്യാർത്ഥിനി വർഷിണിയാണ് മരിച്ചത്. 2023 കുറ്റകൃത്യങ്ങളുടെ ഇരുണ്ട വർഷമായിരുന്നു. കുടുംബങ്ങളിലെ കൂട്ടമരണങ്ങളും കുട്ടികൾക്ക് നേരെയുള്ള ക്രൂരതയും ഗാർഹിക പീഡനങ്ങളും കൂട്ടക്കൊലയും ഒക്കെ കണ്ട വർഷം. 2024 നമ്മുടെ നാട്ടിൽ കുറ്റകൃത്യങ്ങൾക്ക് കുറവുണ്ടാകുമോ? അക്രമികളെയും ലഹരി സംഘങ്ങളെയും അടിച്ചമർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ കേരളത്തിന്റെ സാമൂഹ്യാവസ്ഥ തകരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി നിങ്ങൾ PS4 will operate for 240